ആശാ സമരയാത്രയ്ക്ക് ജില്ലയിൽ ആവേശോജ്വലമായ സ്വീകരണം. സമരയാത്രയിൽ അണ്ണാ DHRM പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. വേതന വർധന ആവശ്യപ്പെട്ട് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നയിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് കൊല്ലം ജില്ലയിൽ ആവേശോജ്വലമായ സ്വീകരണം. പത്തനാപുരത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബൈജു പത്തനാപുരം യാത്രയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യായമായ കൂലി വർധനയ്ക്കായി സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഇടത് സർക്കാർ കോടികൾ ദൂരത്തിനായി ചെലവഴിക്കുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഇതിന്റെ തിരിച്ചടി ഉണ്ടാവുമെന്നും ബൈജു പത്തനാപുരം പറഞ്ഞു. സാധാരണക്കാരന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഇടപെടൽ നടത്തുന്നതിന് ആശമാർക്ക് വളരെയേറെ സ്വാധീനമുണ്ട്. നമ്മളൊക്കെ ഈ ആശമാരെ കൂടുതൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്ത് കോവിഡിന്റെ മഹാമാരി രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ, വലിയ ഒരു പകർച്ചവ്യാധി രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ സർക്കാർ നമ്മുടെ രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ മനുഷ്യൻ പരസ്പരം കാണാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് മാറിയപ്പോഴും വീട് വീടാന്തരം ചെന്ന് അവന്റെ ആരോഗ്യത്തിന്, ഭക്ഷണത്തിന്, മറ്റു കാര്യങ്ങൾക്കൊക്കെ ആ മഹാമാരിയെ പോലും വകവയ്ക്കാതെ ഇറങ്ങി നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നത് ഈ ആശമാർ. ഒരു മനുഷ്യന്റെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ ജനനം മുതൽ അവന്റെ മരണം വരെയുള്ള കാര്യങ്ങളിൽ ജീവിതത്തിൽ ആരോഗ്യപരമായ എല്ലാ മേഖലകളിലും ആശമാരുടെ ഇടപെടലുണ്ട്. അപ്പോൾ നമ്മൾ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യന്റെ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങളോടുകൂടി കൂടെ നിൽക്കുന്നതാണ് നമ്മുടെ ആശമാർ. അപ്പൊ അവരെ കാണുവാൻ, അവരുടെ ന്യായമായ ആവശ്യത്തെ പരിഗണിക്കുവാൻ നമ്മുടെ സർക്കാർ തയ്യാറല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് പറയുന്ന ന്യായം ഫണ്ടില്ല എന്നാണ്. ശരിക്കും ഫണ്ടില്ലാത്തതല്ല എന്ന് നമുക്കറിയാം. കേരളത്തിലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്തിനാണ് ഇവിടെ വില വർദ്ധിപ്പിക്കാത്തത്? എന്തിനൊക്കെ വില വർദ്ധിക്കപ്പെടാമോ അതൊക്കെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. വെള്ളത്തിന്, ഇലക്ട്രിസിറ്റിക്ക്, എന്തിനേറെ പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ചെന്നാൽ അവിടുത്തെ OP ടിക്കറ്റിന് പോലും വില വർദ്ധിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ശ്വസിക്കുന്ന വായുവിന് കൂടിയുള്ള ഇവിടുത്തെ ഗവൺമെന്റ്, നമ്മുടെ സർക്കാർ നികുതി ഏർപ്പെടുത്താൻ. പക്ഷേ ഇങ്ങനെ വില വർദ്ധിപ്പിക്കുന്നു. നമുക്കത് പെട്രോൾ ഡീസലൊക്കെ 2 രൂപ സെസ് കൂട്ടിയപ്പോൾ സർക്കാർ പറഞ്ഞത് സാമൂഹ്യക്ഷേമ പെൻഷനായിട്ട് നമ്മുടെ കയ്യിലെത്തുന്നു. പക്ഷെ നിലവിലുള്ള കുടിശ്ശിക കൊണ്ട് പോലും ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അപ്പൊ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, PSC മെമ്പർമാർക്കും ചെയർമാൻമാർക്കും ഒക്കെ ലക്ഷങ്ങൾ ശമ്പളം കൂട്ടുവാൻ അവർക്ക് സാധിച്ചു. നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന 7,000 രൂപയോളം PSC മെമ്പർമാർക്ക് ഒരു ദിവസം ഈ 7,000 നിന്നുള്ള 13,000 വർദ്ധിപ്പിക്കുന്നുള്ളൂ. അപ്പൊ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, വിവിധ വകുപ്പുകളിലേക്ക് വണ്ടി വാങ്ങിക്കൂട്ടുക അല്ലേ? എന്തിനൊക്കെയാണ് പൈസ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ വാർഷികം, സംസ്ഥാന സർക്കാരിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് നോക്കൂ, പരസ്യത്തിന് ഉൾപ്പെടെ 100 കോടി രൂപ ഉൾപ്പെടെയുള്ള പൈസ ചെലവാക്കുന്നത്. അപ്പൊ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, സാധാരണക്കാരന് കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് ഈ ഗവൺമെന്റിന്റെ നിലപാട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലമേൽ നടന്ന യോഗത്തിൽ അണ്ണാ DHRM പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം രതീഷ് കടക്കൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് ജനങ്ങളെ സംരക്ഷിച്ച ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കാത്ത പിണറായി സർക്കാർ തൊഴിലാളി ദ്രോഹ സർക്കാരാണെന്നും രതീഷ് കടക്കൽ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ബോധി വിഷൻ.